സങ്കീർത്തനം 12. സംഗീതപ്രമാണത്തിൽ അഷ്ടമ രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വ്യാജം സംസാരിക്കുന്നു. ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കവണമുള്ള അതിരത്തോടും കൂടെ അവർ സംസാരിക്കുന്നു. ഇരുമനത്തോടും കൂടി അവർ സംസാരിക്കുന്നു. മന്ദ പറയുന്ന നാവിനെ യഹോവ ഛേദിച്ചു കളയും. കവണമുള്ള അതിരങ്ങളെയൊക്കെയും മുമ്പ് പറയുന്ന നാവിനെയോ യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ ആദരങ്ങൾ ഞങ്ങൾക്ക് തുണ. ഞങ്ങൾക്ക് യജമാൻ ആരെന്ന് അവർ പറയുന്നു. എളിയവരുടെ പേടിയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാമിക്കുന്നതിനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. ജലത്തെ ഉലയിൽ ഒരുക്കി 7 പ്രാവശ്യം ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവേ നീ അവരെ കാത്തുകൊള്ളുക. ഈ തലമുറയിൽ നീ അവരെ എന്ന് സൂക്ഷിക്കും. മനുഷ്യന്മാരുടെ ഇടയിൽ ഭക്ഷണത്തും പുറപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവെ, ദൈവസ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് തന്നെ ഈ സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ അരുളപ്പാടുകളും ഈ ആരാധനയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നൽകി തരുമാറാകണം. അതിവന്തം കർത്താവിന്റെ പരിശുദ്ധാത്മായ യേശുക്രിസ്തുവിനാമത്തിൽ പ്രവർത്തിച്ചു വേണം. അവയെ അനുഗ്രഹിക്കണം. ഇത് സംബന്ധിക്കുന്ന ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിലെ ഇന്നത്തെ സഭയ്ക്ക് വേണ്ടി, എനിക്കാത്ത സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാത്തോളം അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും വിടുതലാക്കി തരണം. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും ഒരാഴ്ചവട്ടത്തിൽ 1-ാമത്തെ ദിവസം താരസന്നിധിയിലായിരിക്കാൻ, ആരാധനയോടനുബന്ധിച്ചായിരിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന പോലെ ദൈവം ഫറവോനോട് അരുളിച്ചതാണ്, എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. വിട്ടയക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്റെ മകനെ കൊന്നുകളയും. ഇത് പ്രമാണമാണ്. അതുകൊണ്ട് ദൈവം മുമ്പാകെ നമ്മൾ എപ്പോഴും ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനും ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഒരു നല്ല വാക്കെങ്കിലും അതിന് സഹായമായിട്ട് പറഞ്ഞാൽ ഇത് പറഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ മക്കളിലേക്കും നോക്കിയാൽ മതി. അതിന് നന്മ കാണും എന്നുള്ള ദൈവിക വ്യവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു ഭാരത്തോടെ ഒരാൾ പോകാൻ പാടില്ല. ഞാനും പോകാൻ പാടില്ല, ഞാൻ നിമിത്തം വേറൊരാൾ പോകും. അതുകൊണ്ട് എപ്പോഴും പലതും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ ഒരിക്കലും ആരുടെയും ആരാധനയ്ക്ക്, ദൈവത്തിന്റെ സന്നിധിയിലുള്ള പരമാർത്ഥത്തോടെ ആരാധനയ്ക്ക് ഭംഗം വരുത്താൻ പാടില്ല. എത്രയോ പേര് ആരാധനയ്ക്ക് ഭംഗം വരുത്തി ഒരു കുടുംബം നശിച്ചിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ്, വർഷങ്ങളൊന്നും ആയിട്ടില്ല, അതിനു മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ അടൂരുണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ അത് ഭയങ്കരമാണ്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ അത് നമുക്ക് നീതിയായിരിക്കും. ഇന്നു മുതൽ നമ്മളുടെ ജീവിതത്തിൽ അത് തീർത്തും അങ്ങനൊരു കർശനമായിട്ടുള്ള ഒരു നിബന്ധനയായി തന്നെ നമുക്ക് അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാനാണ്. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നെല്ലാം വിടുവിച്ച് കർത്താവ് നമ്മെ ആരാധനയ്ക്കായി കൂട്ടിവരുത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ആരാധിക്കാനായിട്ട് തടസ്സമില്ല. നമുക്ക് പാട്ടുപാടാം, സ്തുതിക്കാം, വചനം ചിന്തിക്കാം, ആരാധിച്ച ദൈവത്തെ ബോധ്യപ്പെടുത്താം, നമുക്ക് സമർപ്പിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അത്രയും സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒന്ന് ഓർക്കണം, ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് എത്രയോ പേര്, 38 പേരെ മറ്റേ ആരാധനയുടെ പേരും പറഞ്ഞ് അവരെ കൊന്നുകളഞ്ഞു ഒരു സ്ഥലത്ത്. അപ്പോൾ
അത്രയും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഒരു വശം ഭൂമിയുടെ വശത്തുണ്ട്. നമുക്കിതൊന്നും ഈ കാര്യമൊന്നും നമ്മെ ബാധിക്കാതെ വണ്ണം ഇത്രയും നമുക്ക് സൗകര്യം തന്നല്ലോ ദൈവം. ആ ചെയ്ത സൗകര്യം എത്ര വലുതെന്ന് ഓർത്ത് നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് ഇടവരുത്തുമാറാകട്ടെ. ആരാധിക്കാനായിട്ട് പോകണം എന്ന് ഫറവോനോട് പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്. പറഞ്ഞ് അവസാനം പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും പൊക്കോ, നിങ്ങളുടെ കുടുംബം പൊക്കോ, നിങ്ങൾക്കുള്ള സ്വത്തൊക്കെ അവിടെ ഇരിക്കട്ടെ. അവസാനം പിടി അഴിഞ്ഞപ്പോ പറഞ്ഞതാ. അപ്പൊ അന്നേരം അവര് പറഞ്ഞു, മോശ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറ്റില്ല, ഞങ്ങൾ പോണം, ഞങ്ങളുടെ ഭാര്യമാര് പോണം, കുഞ്ഞുകുട്ടികൾ പോണം, ഞങ്ങൾക്കുള്ളവരെല്ലാവരും പോണം. മാത്രമല്ല ഞങ്ങൾക്ക് എന്തെല്ലാം സ്വത്തുക്കളുണ്ടോ അത് മുഴുവനും പോകണം. കാരണം ഞങ്ങളുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരാധനയ്ക്കായിട്ട് അവിടെ ചെല്ലുമ്പോഴേ അറിയാവൂ ഏതാണ് നീ യാഗം കഴിക്കാമെന്ന്, ഏതാണ് നീ അർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെല്ലുന്നവരെയും കർത്താവ് പറയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ബാക്കി വെച്ച് വന്നു കഴിഞ്ഞാൽ, ഞാനിവിടെ എന്റെ ഒരു കന്നുകാലിനെ ഇവിടെ നിർത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് യാഗം കഴിക്കാനായിട്ട് ആ കന്നുകാലിനെ കൊന്നു കഴിച്ചിട്ട് യാഗം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കുളമ്പ് പോലും ശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ കൂടെ മുഴുവൻ പോകാൻ. കാരണം ഞങ്ങളുടെ വല്യപ്പൻ അങ്ങനെയാ, ഞങ്ങളുടെ ഗോത്രപിതാവ് അബ്രഹാം അങ്ങനെയാ ചെയ്തത്. കാരണം അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞു. മകനും ഒക്കെ ആയിട്ട് യാത്രയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ യാഗത്തിന്റെ സമയം വന്നു കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് പറഞ്ഞു, മകനെ യാഗം കഴിക്കണ്ട, നീ ഇവിടെ നോക്കിയപ്പോ അവിടെ ഒരു ആട് കൊമ്പ് കുരുക്കി കിടക്കുന്ന ഒരു അവസ്ഥ. ആ ആടിനെ കുടിച്ചുകൊണ്ട് നീ യാഗം കഴിച്ചു. അപ്പൊ മകനെന്ന് പറയുന്നത് ആടായി. ഇനി ആടെന്ന് പറയുന്നത് ആടിനെ യാഗം കഴിക്കാൻ പറഞ്ഞതിന് ശേഷം ചെല്ലുമ്പോ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞെങ്കിൽ അതും കഴിക്കണം. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെ അവിടെ വന്നിരിക്കുമ്പോൾ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവം പ്രസാദിക്കുന്ന ആരാധനയാണെങ്കിൽ നമ്മൾ ആരാധനയ്ക്കുമ്പോൾ അല്പം ധ്യാനിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? കർത്താവേ, ഏതാണ് പ്രശ്നം? ഇന്ന് ഞാൻ യാഗം കഴിക്കേണ്ടത് ഏതാണ്? എന്റെ ഏത് സ്വഭാവമാണ്? ഞാൻ എന്റെ ഹൃദയത്തിൽ ഏതാണ് മുറുകെ പിടിച്ചിരിക്കുന്ന ആ ശാഠ്യം? അതിനെ ഇന്ന് യാഗം കഴിച്ചിട്ടേ പോകാവൂ. അതിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അത് വെച്ച് അത് യാഗം കഴിച്ച് അത് യാഗത്തിന് ദൈവം പ്രസാദിച്ച് ഞാൻ തിരിച്ചു പോകുമ്പോ ആ ദുസ്വഭാവം, ആ ദോഷപരമായിട്ടുള്ള സ്വഭാവം എന്റെ ഉണ്ടാകാൻ പാടില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ദൈവം പ്രസാദിച്ചു എന്നുള്ള ഒരു സാക്ഷ്യം എനിക്ക് ദൈവത്തിൽ നിന്ന് വേണം. ഇതാണ് ദൈവം ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോകത്ത് ലോകത്തിലേക്ക് ജീവിക്കുമ്പോഴേക്കും നമ്മുടെ ഹൃദയം പലതിലും ആകൃഷ്ടരാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അവൻ ലോകത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും പലതിലും പല കാഴ്ചകളും കാണും. അതിന് ദൃഷ്ടി വയ്ക്കും, ചിലത് മോഹിക്കും, ചിലത് ഹൃദയം അങ്ങോട്ട് പറ്റിപ്പോവും. ഈ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടി വരും. ഇതെല്ലാം തിരിച്ചു വന്നു ചോദിച്ചപ്പോൾ ഈ ആരാധനയ്ക്ക് വരുമ്പോഴേ ഇതിന്റെയൊക്കെ പ്രശ്നം. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോഴേക്കും ഇത് മുഴുവൻ എഴുതിയ ചിത്രം പോലെ ഇങ്ങനെ തിരിക്കുക, അത്രമാത്രം ഹൃദയം തിരിക്കുക. ഇത് മുഴുവനും വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് പ്രാണനിൽ പറ്റിയിരിക്കുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനറിയാം. കർത്താവിനെ ആരും പഠിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ പോയി ഒരു സ്ഥലത്ത് ഒരാൾ ഒരു ആലോചന പറയുക. ആലോചന പറയുന്ന പ്രകാരമാണ്, ദൈവം ഒരു ആലോചന തന്നു. ആ ആലോചന പറയുന്നത് പ്രകാരമാണ്, എന്തിനേയും യാഗം കഴിക്കാൻ വന്നേക്കുക. അപ്പോ യാഗം കഴിക്കാൻ തയ്യാറായി വന്നവരോട് ചോദിച്ചു, നിന്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പോ ഈ പറഞ്ഞ ആള് മുൻകൂട്ടി പറയാ, അത് അറിഞ്ഞോണ്ടാ ഞാൻ അവനെ കൊണ്ടുവന്നില്ല ആരാധിക്കാൻ. അവനെ വീട്ടിൽ നിർത്തിയിട്ട് പോന്നേ അതാ ഉണ്ടായ സംഭവം. അപ്പോ ഇതറിയാൻ കർത്താവിനറിയാം, ഈ പോകുന്നതും അറിയാം എന്റെ ഹൃദയത്തിലുള്ള ദോഷം ഏതാണ്. എന്റെ ഹൃദയത്തില് അത് മാത്രം കൊടുക്കാൻ പ്രയാസമാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതങ്ങോട്ട് കൊടുത്ത് അത് മാറിക്കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള ആ അടയാളങ്ങളൊക്കെ അങ്ങ് പോകും. ദൈവം പ്രസാദിക്കുകയും ചെയ്യും. കൊടുക്കുകയും വേണ്ട, കൊടുക്കാൻ തയ്യാറായാൽ മതി. അബ്രഹാം കൊടുത്തൊന്നുമില്ലല്ലോ, കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് വേണ്ടപ്പെട്ടതെല്ലാം കൂടെ പിടിച്ചു പറിച്ചെടുക്കാനൊന്നും അല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മുടെ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടി അതിനകത്ത് ക്രിസ്തുവിന്റെ രൂപം വെളിപ്പെടണം. അത്രേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. അതിന് പകരം നമ്മൾ ലോകത്തിൽ കാണുന്നതിനെ മോഹിക്കുകയും അതിൽ ആകൃഷ്ടരായി തീരുകയും അതിനെ തന്നെ അനുസരിക്കുകയും അതിനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴേക്കും അത് ഉള്ളിൽ വരും. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ നോക്കുമ്പോഴേക്കും ഈ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തെ നോക്കുന്ന ദൈവം നോക്കുന്നത് കണ്ണാടിയിലേക്കാണ്. നോക്കുമ്പോൾ കാണുന്നത് ലോകത്തിൻ്റെതായിട്ടുള്ള വിവിധമായ സ്വത്തുക്കൾ, മക്കൾ, പല പല കാര്യങ്ങളാണ് കാണുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പൊ ആരാധിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും നമ്മൾ എസ്കേൽ പ്രവചനത്തിൽ പഠിക്കുന്ന പോലെ ഇവര് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയൂ. പ്രവാചക, ഞാൻ എന്റെ ദാസനെ ഇവര് ചോദിച്ചാൽ ഉത്തരം പറയൂ. കാരണം ഇവര് വെച്ചിരിക്കുന്നത് ഇവരുടെ അകൃത്യ ഹേതു മുമ്പിൽ വെച്ചോണ്ടാ വന്നിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവർ അകൃത്യം ഹേതു അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ ഞാൻ പ്രസാദിക്കും, ഞാൻ പറയൂ, അവർ ചോദിച്ച ഉത്തരം പറയൂ. ഇവിടെയാണ്. എന്നാൽ നമ്മൾ അതിനേക്കാൾ മിടുക്കന്മാരായിട്ടല്ല. പിന്നെയോ ദൈവത്തിന് മുമ്പാകെ കടന്നു വന്ന് നമ്മൾ ഇവിടെ മുട്ടുകളെ മടങ്ങിയിരിക്കുക. ഇന്ന് മുട്ടുകളെ മടങ്ങിയിട്ട് കർത്താവേ, ഞാൻ എന്താ ചെയ്യട്ടെ? ഞാൻ എന്ത് വഴിപാട് അർപ്പിക്കണ്ടേ? ഞാൻ എന്ത് യാഗമാ കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഹൃദയം നോക്കട്ടെ. ഹൃദയത്തിലേക്ക് നോക്കി ആ പ്രശ്നമായി കിടക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന വിഷയങ്ങളാണ്. അതിനെ അങ്ങ് കൊടുക്കുക, അതിനെ അങ്ങോട്ട് യാഗം കഴിക്കുക. പ്രശ്നം തീർന്നു. നീ ഇന്ന് ആരാധനയ്ക്ക് ദൈവം സാക്ഷ്യം തന്ന് സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് ആരാധിച്ച് വിടുതൽ പ്രാപിച്ചവരായി വീട്ടിലേക്ക് പോകാൻ പോവാ. അതാണ് കർത്താവിന്റെ കാര്യം പറയുന്നത്. അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല, ദൈവം തീരുമാനിക്കുന്നത്. ഭക്തന്റെ ആഗ്രഹവും ഭക്തന്റെ യാഗവും ഭക്തൻ തീരുമാനിക്കുന്നതല്ല, ദൈവം തീരുമാനിക്കുന്നു. അത് എങ്ങനെ തീരുമാനിക്കും? അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണം. അവന് ദൈവവുമായിട്ട് ചേർന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവന് യാഗമൊന്നും വേണ്ട, അവന് മതി. ആട്ടുകൊറ്റനെ വേണ്ട, കാളയെ പോലും വേണ്ട, മതി. മാവ് മതി. കുന്തിരിക്കും മാവും കൊണ്ട് നിവൃത്തിയില്ലാത്തവന് യാഗം കഴിക്കാൻ വ്യവസ്ഥയുണ്ട്. അവൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദൈവം അവനുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും നേരായ മാർഗത്തിലാണ്, ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവനെ ദൈവത്തിന് യാഗം. കർത്താവ് ചോദിക്കുന്നത്, ഞാൻ കാളകളുടെ മാംസം തിന്നുവോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം ഞാൻ കുടിക്കുവോ? നീ എന്താ ഈ ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യണ്ട, ഒരൊറ്റ കാര്യം ചെയ്തിട്ടാൽ മതി, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ചാൽ മതി. സുഖായല്ലേ? യാഗവും വേണ്ട, വഴിപാടും വേണ്ട, 10 പൈസ കൊടുക്കൂല, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നതാണ്. പക്ഷെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണമെങ്കിൽ സ്തോത്രം പോരാ, സ്തോത്രത്തിനൊരു സ്വരമുണ്ട്. ആ സ്വരം ഉള്ളിൽ നമുക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ ഇടപാടുകളൊന്നും ദൈവമായുള്ള ബന്ധത്തിൽ തടസ്സമുണ്ടാക്കുന്ന യാതൊരു തരത്തിലുള്ള ചാഠ്യമോ രൂപമോ യാതൊരു തരത്തിലുള്ള സ്വഭാവമോ പ്രതിബിംബമോ ആഗ്രഹമോ മോഹമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ സ്തോത്രം നടക്കും. സ്തോത്രം ഇത് 24 മണിക്കൂർ നടക്കും. പക്ഷെ ഈ സ്വരം ഉണ്ടാവില്ല. സ്വരം ഉണ്ടാകാതെ ദൈവത്തിന് എന്ത് പ്രയോജനം? സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിക്കേണ്ടതിനും കുറ്റമില്ലായ്മയിൽ ഞാൻ എന്റെ കൈകളെ കഴുകും. അതിൽ കുറ്റമില്ലായ്മയിൽ കൈകളെ കഴുകണം. ഹൃദയത്തിൽ നിന്ന് അകൃത്യം നീക്കണം. ദൈവത്തോട് നിർമ്മാർജ്ജതയും വേണം. ഹൃദയത്തിൽ നിന്ന് നീതികേട് നീക്കിക്കളയണം. ഇങ്ങനെ ഉള്ളവനാണ് സ്തോത്ര സ്വരം കേൾപ്പിക്കുന്നത്. ഈ സ്തോത്രസ്വരം കേൾപ്പിച്ചാൽ മാത്രം മതി. ആടിനെ യാഗം കഴിക്കണ്ട, മകനെ യാഗം കഴിക്കണ്ട, തരിമാവ് കൊണ്ട് യാഗം കഴിക്കണ്ട, ഒന്നുമില്ലാത്ത പിന്നെ അവന്റെ എന്ത് യാഗം കഴിക്കാനാ? ഇതങ്ങോട്ട് വിട്ടിടാച്ചാൽ മതി. ഒന്നും പറഞ്ഞാൽ മതി. ദൈവമേ, യേശുവേ സ്തോത്രം. മതി. ആ സ്വരം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. മതി. ആ മഹത്വം മതി ദൈവത്തിന്. അത് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നമേ തന്നെ നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കാനായിട്ട് നമ്മൾ മുട്ടുകളെ മടക്കുമ്പോൾ
ആരാധനയുടെ ശബ്ദം പുറത്തു വരാൻ സാധിക്കാത്ത നിലയിൽ വേദനപ്പെട്ട് ഹൃദയം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന, ഹൃദയം ഭാരപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. ദൈവം പ്രസാദിക്കോ? ദൈവം പ്രസാദിക്കോ? ഈ ഭാരത്തിൽ നിന്ന് വരുന്ന സ്വരം ദൈവം പ്രസാദിക്കോ? ഒരിക്കലും പ്രസാദിക്കില്ല. ഒരിക്കലും പ്രസാദിക്കില്ല. പ്രസാദിക്കണമെങ്കിൽ അതിനകത്ത് ഒരു സ്വരം വരും. സ്വരം വരണമെങ്കിൽ പരമാർത്ഥമായ ഒരു ഹൃദയം വേണം. പരമാർത്ഥ ഹൃദയം വേണമെങ്കിൽ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന സകല ദോഷങ്ങളൊക്കെ നീക്കണം. അതോടുകൂടി ഒരു പരമാർത്ഥ ഹൃദയം കിട്ടി അതിൽ നിന്ന് സ്തോത്രയാഗം മാത്രം അർപ്പിച്ചാൽ മതി. ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാം തീർന്നു. കുഞ്ഞിന്റെ നേരെ കത്തി ഓങ്ങിയപ്പോ അബ്രഹാമിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, ഹൃദയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും സ്നേഹിക്കുന്ന ഇസ്ഹാക്ക് ഹൃദയത്തിലുണ്ട്. പക്ഷേ കത്തി ഓങ്ങിയപ്പോ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോ കാണുന്നില്ല. കാരണം എന്താ? ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ പ്രമാണങ്ങൾ നേരുള്ളതാകിയാൽ എന്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. കത്തി ഓങ്ങിയതിന് മുമ്പേ തന്നെ അബ്രഹാം ഹൃദയം കൊണ്ട് അത് വർദ്ധിച്ചു കഴിഞ്ഞു. അതിനകത്തില്ല, എല്ലാം ക്ലിയറായി. അതാണ് 32 സങ്കീർത്തനം പറയുന്നത്. ഞാൻ എന്റെ പാപം യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പൻ അവൻ എന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതിന്റെ അകത്തില്ലായിരുന്നാ മതി. അത് നീങ്ങിപ്പോയതോടുകൂടി കർത്താവ് സമ്മതിച്ചു. അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവയ്ക്കുന്നത് നീ ദൈവത്തെ ഭയപ്പെടുന്നത് ഇപ്പൊ മനസ്സിലായി. അവിടെ ഒരു യാഗമൃഗത്തെ ദൈവം ഒരുക്കി നിർത്തിയിരിക്കുക. അത് കഴിച്ചു. സ്തോത്രയാഗത്തോടുകൂടി അപ്പനും മോനും കൂടെ സന്തോഷമായിട്ട് പോരുക. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത്, ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി കുടുംബമായിട്ട് ആനന്ദത്തോടുകൂടി എഴുന്നേൽക്കേണ്ട സ്ഥാനത്ത് ഇന്ന് അവ്യക്തമായിട്ടും വ്യക്തമായിട്ടും കിടക്കുന്ന ഭാരങ്ങൾ മുഖാന്തരം സ്തോത്ര സ്വരം പുറപ്പെടുവിക്കാൻ സാധിക്കാതെയും ദൈവത്തെ നേരാവണ്ണം പാടി സ്തുതിക്കാൻ സാധിക്കാതെയും ഇന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ വേദന ഒന്ന് നീങ്ങിപ്പോകണം. ഈ ഭാരം ഒന്ന് നീങ്ങിപ്പോകണം. കർത്താവിന്റെ ആത്മാവ് അതിൽ പ്രവർത്തിക്കട്ടെ, നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുത്തുവാനാകും. നമ്മളിത് വായിച്ച സങ്കീർത്തനം 12 സങ്കീർത്തനം. 12 സങ്കീർത്തനം ഒരു നിലവിളിയോട് കൂടിയാണ്. ഈ നിലവിളിയോട് കൂടി എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, യഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ വഴിഭക്തന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തനും വിശ്വസ്തനും. ഒരു മനുഷ്യൻ ഭക്തനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറഞ്ഞ ആരാ? ഭക്തൻ എന്ന് പറഞ്ഞ ആരാ? ഒറ്റ വാക്കിൽ ഭക്തനാ ആരാ? ഭക്തൻ എന്ന് പറഞ്ഞ ആരാ? തീർച്ചയായിട്ടും 14:2. അതിനാണ് ഉത്തരം. ഭക്തൻ ആരാന്നുള്ളതിന്റെ ഉത്തരമാണ്. വേഗം വായിക്കണം. 14:2. യഹോഭക്തൻ ആരാ? നേരായി നടക്കുന്നവനാണ്. ആര്? യഹോഭക്തൻ. അപ്പോ ഭക്തന്മാർ എന്ത് പറയുന്നു? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആരില്ലാതെ പോകുന്നു? പറ. സഭയിലെ കാര്യമായി പറയാം. ഇല്ലാതെ പോകുന്നു. നേരുള്ളവൻ, ഭക്തൻ ഇല്ലാതെ പോയാൽ നേരുള്ളവൻ ഇല്ലാതായെന്നാണ് അർത്ഥം. നേരുള്ളവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? തമ്മിൽ എന്തില്ല? ഒറ്റ പ്രീതി എന്ന് പറഞ്ഞ ബന്ധമില്ല. ദൈവസഭ ഏറ്റവും അപകടപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തെയാണ് ദൈവത്തിന്റെ ആത്മാവ് സൂചിപ്പിക്കുന്നത്. തെറ്റുകാരനാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ നല്ലവനാകുന്നതല്ല. തെറ്റ് എന്റെ നേരെയും വചനം ഇരുവായിട്ടുള്ള വാള് എനിക്ക് നേരെ നിൽക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ സഭയെന്ന് വലിയ പ്രസംഗമൊക്കെ കഴിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഭയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ സഭയുടെ ഭാഗമാണെന്ന് ഉറപ്പുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദൈവത്തിന്റെ ഭാഗം പറയുന്നത് ഭക്തനാണെങ്കിൽ നേരുള്ളവനാണ്. വേറെ വിശേഷമൊന്നും വേണ്ട. ദൈവഭക്തൻ ആരെന്നുള്ള ചോദ്യത്തിന്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. സദൃശവാക്യം 14:2. ആ 14:2 എഴുതിയിരിക്കുന്ന നേരുള്ളവൻ യഹോവഭക്തനാണ്. അത് നഷ്ടപ്പെടുത്തോടുകൂടി തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഉള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ അവൻ എന്നെ ഇച്ചിരി സഹായിക്കും, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്നെ കൊണ്ട് അവന് ഇച്ചിരി പ്രയോജനമുണ്ട്, അതുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇവരെയോട് ഞാൻ നല്ല വർത്താനം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഇങ്ങനെ വിവിധമായിട്ടുള്ള സ്നേഹങ്ങളാണ്. ഇത് മാത്രമില്ല, ഈ ബന്ധമില്ല. അയ്യോ, ഇത്രയും
കാണുമ്പോൾ ചിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ എന്തും ചെയ്യാനുള്ള ആ, മനസ്സൊരുക്കമുള്ള ആ സഭയിൽ സ്നേഹമില്ലെന്നോ, നേരുള്ളവരില്ലെന്നോ, പരമാർത്ഥ ഇല്ലെന്നോ, ഭക്തന്മാരില്ലെന്നോ? ദൈവം നോക്കുമ്പോൾ ഇല്ല, ഇല്ല. ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് അതൊന്നും തിരുത്താം. ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സാതാണ് ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ ഇനി എന്റെ സഹോദരനെ പ്രാണനേക്കാൾ സ്നേഹിക്കും എന്നൊന്നും പറയണ്ട. തുടക്കം വരെ തുടങ്ങണം. ഏറ്റവും ആദ്യം എന്ത് വരട്ടെ? നേരുള്ള ഒരു ഹൃദയം വരട്ടെ, നേരുള്ള ഒരു ഹൃദയം വരട്ടെ. അപ്പോൾ തന്നെ വരും. അപ്പോൾ ദൈവത്തോടുള്ള ഭക്തി തന്നെ വരും. അതിൽ നിന്ന് സഹോദര സ്നേഹം ഉളവാകും. അത് പുറമേ ഉള്ളതല്ല, അതിനെയോ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്നു. അതിനെ ഇല്ലാതാക്കാൻ ശത്രുവിന് സാധിക്കില്ല. ഈ ബന്ധമാണ് ശത്രു ഏറ്റവും പേടിക്കുന്നത്. ഈ ബന്ധമാണ് ശത്രു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ജനം ദൈവത്തെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുമ്പോൾ ഓർക്കേണ്ടത് സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്ന പോലെ യഹോവേ, ഭക്തന്മാർ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു, അത്യല്പമായിരിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സഭയില് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയില് ഭക്തന്മാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരുള്ളവരില്ല എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സങ്കീർത്തക്കാരൻ നിലവിളിക്കുന്നതിനാ എന്നെ രക്ഷിക്കണമേ. സഭയിൽ സഹോദര സ്നേഹമില്ലെങ്കിൽ, ഭക്തന്മാരില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം? കർത്താവിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഒരു ഭവനം തന്നിൽ തന്നെ ചിന്തിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. ദൈവം നിലനിർത്തില്ല. സഭ, ദൈവം കൂട്ടായ്മ നിലനിർത്തുകയില്ല. തമ്മിൽ ഛിദ്രിച്ചിരിക്കുന്ന കാലത്തോളം ദൈവം അതിനെ ചെറിച്ചു കളയും. അതാണ് അറിയാവുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. രക്ഷിക്കണം. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. രക്ഷിക്കണം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ജാഗരിക്കാം. കാരണം എന്നറിയാമോ, ഇവരെ കേന്ദ്രീകരിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ എന്ന് പറയുന്നു, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ ഞാൻ അതിലാക്കും. അപ്പൊ ഒന്നാം വാക്യം വായിച്ചത് എന്താ? രക്ഷിക്കണമേ, ഭക്തന്മാരുടെയിൽ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, രക്ഷിക്കണമേ. ഇതെല്ലാം കണ്ടിട്ടും ഇതിന് ഗൗരവം മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ഒരു കൂട്ടരുണ്ട്, ദൈവമേ ഇങ്ങനെ നീ മുമ്പോട്ട് സഭ വിടില്ല, കാരണം പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത കർത്താവിന്റെ സഭ കർത്താവ് നിലനിർത്തുന്നത് ഈ ഇതിൽ കൂടിയാണ്. നേരുള്ളവൻ, പ്രീതി, സഹോദര സ്നേഹം, ഇതിലാണ് ഈ സഭ നിലനിൽക്കുന്നത്. ഇതില്ല എങ്കിൽ സഭ നിലനിർത്തില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് കർത്താവെ രക്ഷിക്കണമേ, കർത്താവിന്റെ ന്യായവിധി വരുന്നതിന് മുമ്പ് രക്ഷിക്കണമേ. കർത്താവ് പറഞ്ഞു, എന്നറിയാമോ, ഞാൻ എഴുന്നേൽക്കും. നിങ്ങൾ സഭയിൽ 50 പേരുണ്ടല്ലോ, 50 പേരിൽ എല്ലാം തമ്മിൽ കുത്താ, ഞാൻ എഴുന്നേൽക്കും. ഒരു കൂട്ടരെ ഞാൻ അതിലാക്കും. ആരെയാ പറഞ്ഞു? രക്ഷയ്ക്കായി കാക്ഷിക്കുന്ന ചിലതുണ്ട് ഇതിനകത്ത്. ചിലത് ദൈവമേ, ഒരു നേരുള്ള ഹൃദയം, ഒരു പ്രീതിയുള്ള സഹോദര പ്രീതിയുള്ള ജീവിതം, അതിന്മേലുള്ള ഭക്തി എനിക്ക് തരണമേ. ദൈവമേ, ഇങ്ങനെ കാക്ഷിക്കുന്നവരുണ്ട്. അതിനെ കർത്താവ് കൂട്ടിയതിനു ശേഷം എളിയവരുടെ പേടിയും ദരിദ്രന്മാരുടെ ശ്വാസം നിമിത്തം ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ അതിലാക്കും. അല്ലാത്തത് അതിന്റെ വഴിക്ക് പോകും, നിലനിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എത്ര കാലപ്പഴക്കം ചെന്ന വിശ്വാസികളാണെന്ന് പറഞ്ഞോട്ടെ, നമ്മൾ എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞോട്ടെ, അതൊന്നും
തുടങ്ങും. വേണ്ട, വേണ്ട. ദൈവഭക്തി ആധാരം നേരുള്ളവനാണ് യഹോഭക്തൻ. നേരിൽ നിന്നാണ് തമ്മിൽ പ്രീതി ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് സഹോദര സ്നേഹം ഉണ്ടാകുന്നത്. അതാണ് ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാന ഘടകം. അതിന് ഭംഗം വന്നാൽ ദൈവം നിലനിർത്തുകയില്ല. ഇത് ഈ അപകടം അറിഞ്ഞ് വേദനപ്പെടുന്ന ജീവിതങ്ങളാണ് ദൈവത്തിന്റെ സഭയുടെ നിലനിൽപ്പെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട്, ദൈവമേ, ഈ അവസ്ഥ ഞങ്ങൾക്ക് മാറ്റി തരണം. ഈ അവസ്ഥയ്ക്ക് മാറ്റം തന്ന് കർത്താവെ രക്ഷയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണം. കാരണം രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നത് എന്താ? എപ്പോഴാ രക്ഷിക്കപ്പെട്ടെ? രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാ രക്ഷിക്കപ്പെട്ടെ? വചനത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ആത്മാവിനെ ലഭിച്ചു. സത്യമനുസരിച്ചപ്പോ നിർവ്യാജമായ സഹോദരപ്രീതി കിട്ടി. അങ്ങനെയാ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്, സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയോട് ചേർത്തതിന്റെ അടയാളം എന്താ? നിർവ്യാജമായ സത്യം അനുസരിക്കാൻ നിങ്ങളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുന്നു. അതാണ് രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളം. ഇന്ന് രക്ഷ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ചോദിക്കേണ്ട, പത്രം നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ മതി, നേര് നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ മതി. നേര് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവന്റെ രക്ഷ നഷ്ടപ്പെടും, നിലനിൽക്കുകയില്ല. ദൈവത്തെ ഭയപ്പെടാം. ഇന്ന് ഈ തരത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നാമും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പൊതുസഭയും എല്ലാം. ഒരിടത്തല്ല, എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ രക്ഷയ്ക്കായി കാക്ഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ദൈവം എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ അതിലാക്കും, ആ രക്ഷയിലാക്കും. ഇല്ലാത്തതിന് നഷ്ടപ്പെടുന്നതെന്നും വചനം നോക്കി മനസ്സിലാക്കിക്കോളും. നീ ആരാധനയെങ്കിൽ നമുക്ക് പുതിയൊരു തുടക്കം, നമുക്ക് നമ്മുടെ സഭയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ഭവനങ്ങൾക്കും കൽപ്പിച്ചു തരേണ്ടതിന് വേണ്ടി ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ച വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. സാന്നിധ്യം ഞങ്ങളോട് പിരിയാതിരിക്കണം. കർത്താവെ, വചനത്തിൽ നിങ്ങൾ പഠിച്ചതുപോലെ, അയ്യോ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. എന്നാൽ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിനെ കർത്താവിലാക്കും. ദൈവമേ, അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഭക്തിയിലും നേരിലും വിശ്വസ്തതയിലും നിലനിർത്തി സഹോദര ബന്ധത്തിൽ എന്റെ കർത്താവ് നിലനിർത്തും. ദൈവമേ, അല്ലാത്തതൊക്കെ നീക്കിക്കളയും. എന്നാൽ നിർവ്യാജമായ സഹോദരപ്രീതിക്കായിട്ട് കർത്താവ് ഞങ്ങളെ നിർമ്മലീകരിച്ച കർത്താവിന്റെ രക്തത്താൽ ഇനിയും ഞങ്ങൾ പൂർണ്ണമായ ഒരു ശുദ്ധീകരണം പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ കർത്താവിന്റെ കരുത്താൽ ദൈവമേ വീണ്ടും യഥാസ്ഥാനപ്പെട്ട് കർത്താവിന്റെ നാമത്തിൽ ഫലം കായ്പാൻ ഞങ്ങൾക്ക് കൃപ മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പാപത്താൽ എന്നിൽ വന്ന